തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ മൂത്രം പോകുന്നു, അവരുടെ ഡെയിലി ലൈഫിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിൽ ഒരു സോഷ്യൽ ഇൻഹിബിഷൻ ലെവലിലേക്ക് അത് മാറാം. ഇപ്പൊ ചിലർക്ക് വരുന്നത് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ആയിരിക്കും. പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്കായിരിക്കും അതിന്റെ എഫക്ട് വളരെയധികം കൂടുതൽ. അപ്പൊ ഇവരത് പുറത്ത് പറയാനും ബുദ്ധിമുട്ടായിരിക്കും. കോമൺ ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഇവർ വേണ്ടത്ര ഹെൽപ്പുകൾ എടുക്കാറില്ല. ഇതിനിടയ്ക്കുള്ള ഒരു പോപ്പുലേഷൻ അത് സഫർ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ പൊതുവെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി വന്നേക്കാണ്. എന്താണ് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി? കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഫീമെയിൽ വെൽനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാതെ ഹോർമോണൽ ഇഷ്യൂസ് കാരണവും മെനോപോസ് അടുപ്പിച്ചും ഒക്കെ കുറെ അധികം ചേഞ്ചുകൾ പേഷ്യൻസിന്റെ പ്രൈവറ്റ് ഏരിയയിൽ സംഭവിക്കാറുണ്ട്. അത് ഫംഗ്ഷൻ വൈസും കോസ്മെറ്റിക് വൈസും വരുന്നുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനെയും കൂടെ അഡ്രസ് ചെയ്യുന്നതാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. ഇതെങ്ങനെയാണ് ഒരു ഫീമെയിലിനെ ഹെൽപ്ഫുൾ ആക്കുന്നത്? ഫംഗ്ഷണലി പറയുകയാണെങ്കിൽ യോനി ഭാഗത്തെ മസിൽസ് വളരെയധികം വീക്ക് ആകുന്ന ഒരു രീതിയിൽ കാണാറുണ്ട്. പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്കായിരിക്കും അതിന്റെ എഫക്ട് വളരെയധികം കൂടുതൽ. അപ്പൊ ഇവരത് പുറത്ത് പറയാനും ബുദ്ധിമുട്ടായിരിക്കും. പുറത്ത് പറഞ്ഞാൽ തന്നെ എല്ലാവരും പറയും ആ കംപ്ലൈന്റ് എനിക്കും ഉണ്ട്. അപ്പൊ അതത് കോമൺ ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഇവര് വേണ്ടത്ര ഹെൽപ്പുകൾ എടുക്കാറില്ല. അപ്പൊ ഇതില് വരുന്ന ബുദ്ധിമുട്ടുകളാണ് വജൈന ലൂസ് ആകുന്ന പോലത്തെ ഒരു ഫീലിംഗ്. അത് കാരണം തന്നെ ചിലപ്പോൾ ഗർഭപാത്രം ചെറുതായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകാം. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ മൂത്രം പോകുന്നു, അവരുടെ ഡെയിലി ലൈഫിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിൽ. ഇപ്പൊ നിസ്കരിക്കുന്നവരാണെങ്കിൽ അത് ബുദ്ധിമുട്ട്, അമ്പലത്തിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, ഒരു സോഷ്യൽ ഇൻഹിബിഷൻ ലെവലിലേക്ക് അത് മാറാം. ഇനി ചിലർക്ക് ഇപ്പൊ പെരിമെനോപോസിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ച് വന്നിട്ട് ഇപ്പൊ ചിലർക്ക് വരുന്നത് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ആയിരിക്കും. ഓർഗാസം അച്ചീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, മുന്നേ ഒരു ലൂസായിട്ട് ഒരു ഫീലിംഗ്. ഇതൊക്കെ അഡ്രസ് ചെയ്യുന്ന വിഭാഗമാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി. ഇനി മെനോപോസ് ഏജിലാണെങ്കിൽ തന്നെ ചിലർക്ക് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ആണ്, റിക്കറന്റ് ഡിസ്ചാർജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻസ് വരും. പെരിമെനോപോസിന്റെ ചേഞ്ചസ് ആണെന്ന് വിചാരിച്ചിട്ട് ഹോർമോണലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അണ്ടർലൈൻ ഷുഗർ കറക്റ്റ് ചെയ്തിട്ടുണ്ടാകും, ഇൻഫെക്ഷൻസ് ആണെന്ന് വെച്ചാൽ ആന്റി ഫംഗൽസ് അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ടും മാറുന്നില്ല, പുറമേ ലീഷൻസും ഒന്നും കാണണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിനും ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ എനർജി ബേസ്ഡ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റിനെ എപ്പോഴാണ് ഒരു ആൾ വന്ന് കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് എന്നുള്ള വന്ന് കാണേണ്ടത്? പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നേരത്തെ പറഞ്ഞ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവരുടെ കൺസേൺസ് തികച്ചും കോസ്മെറ്റിക് ആയിരിക്കും, ഹൈപ്പർ പിഗ്മെന്റേഷൻ, അല്ലെങ്കിൽ അവരുടെ ഹെയർ റിഡക്ഷൻ, അല്ലെങ്കിൽ റിക്കറന്റ് ആയിട്ട് ഇപ്പം റേസർ ഉപയോഗിക്കുന്നത് കാരണം ആ പിബിക് ഏരിയയിലെ ഹെയറിന് റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നു. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഓപ്ഷൻസ് ഉണ്ട്. ഡോക്ടർ, ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ സർജിക്കലി എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇപ്പം ഹൈമനോപ്ലാസ്റ്റി, വജൈനോപ്ലാസ്റ്റി, ലേബിയോപ്ലാസ്റ്റി അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് സർജിക്കലി കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് അവരുടെ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്സ് പോവുക. ഓക്കെ, നമ്മളിപ്പോ കൂടുതലും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം ഓരോ ദിവസം തോറും. അപ്പൊ അതുപോലെ നമ്മുടെ ഈ ജനറേഷനും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് വരാനുള്ള കാരണം. അതെ, തീർച്ചയായിട്ടും അങ്ങനെയും പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്ത് പറയാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ യൂഷ്വലി പെൽവിക് ഫ്ലോർ വീക്ക്നെസ്സിന് പറയുന്നത് കിഗൽ എക്സസൈസ് എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു. അപ്പൊ അത് പലരും പ്രോപ്പറായിട്ട് അത് ചെയ്യണമെന്നില്ല. അതിൽ നിന്നുണ്ടാകുന്ന കൺട്രാക്ഷൻസ് വളരെ കുറച്ച് നേരത്തേന് മാത്രമേ അവർക്കൊരു നിൽക്കുകയുള്ളൂ. ഒരു 6 മാസം കിഗൽ എക്സസൈസ് ചെയ്താൽ കിട്ടുന്ന കൺട്രാക്ഷൻസിന്റെ ഇന്റൻസിറ്റിയിൽ ആ ഇലക്ട്രിക് കൺട്രാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ചെയറുകൾ പെൽവിക് ഫ്ലോർ വീക്ക്നെസ്സിന് വേണ്ടിയിട്ട് അതുപോലും ഇന്ന് അവൈലബിൾ ആണ്. വെൽനസ് എന്ന് പറഞ്ഞു, നമ്മളിപ്പോ വെൽനസ് എന്ന് പറയുമ്പോൾ കൂടുതലും ആളുകൾ പറയും ഓക്കെ വെൽനസ് ആണ്, കൂടുതൽ ഒരു സർജിക്കൽ പ്രൊസീജിയറിലായിട്ട് പോകുന്നില്ല എന്ന്. പക്ഷേ ഈ വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസൈസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളാണോ ആദ്യം കൊടുക്കുന്നത്, അതോ കൂടുതലും? ഇതൊരു കമ്പൈൻഡ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് വരിക. നമ്മൾ പെൽവിക് ഫ്ലോർ എക്സസൈസും ഇൻക്ലൂഡ് ചെയ്യും, അതോടൊപ്പം തന്നെ ഈ എനർജി ബേസ്ഡ് ഡിവൈസുകൾ കൊടുത്തിട്ട് അതിന്റെ ഈ എനർജി ബേസ്ഡ് ഡിവൈസുകളുടെ മെക്കാനിസം എന്ന് വെച്ചാൽ നമ്മൾ പുതുതായിട്ട് ലേസറിന്റെ ഉപയോഗം നമ്മൾ മുഖത്ത് കേട്ടിട്ടുണ്ടാകും, മുഖത്തെ ചുളിവുകൾ മാറ്റാൻ വേണ്ടി കേട്ടിട്ടുണ്ടാകും, കണ്ണിൽ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ പല പല സ്പെഷ്യാലിറ്റികളിലും അതിന്റെ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഇത് കൊളാജൻ ടിഷ്യൂസിനെ വീണ്ടും റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന മൂത്രം തുമ്മുമ്പോഴൊക്കെ പോകുന്ന ഇൻകോണ്ടിനൻസ് ഇഷ്യൂസിന് പുതിയ ടിഷ്യൂസ് വന്ന് അവിടെ ഒരു സപ്പോർട്ട് നോർമലി ബിൽഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് വജൈനൽ ലാക്സിറ്റിക്കും സെക്ഷൽ ഡിസ്ഫങ്ഷൻസിനും ഒക്കെ ട്രീറ്റ്മെന്റ് ആയിട്ട് മെക്കാനിസം ഇത് തന്നെയാണ് പ്രവർത്തിക്കുക. നമ്മൾ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നുള്ളത് പൊതുവെ ആളുകൾക്ക് പുതിയതാണ്. എന്നാൽ ഈ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് എന്താണ് മാം പറയാനുള്ളത്? ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഈ പെൽവിക് ഫ്ലോർ വീക്ക്നെസ്സിന് 2 എക്സ്ട്രീംസ് മാത്രമായിരുന്നു ട്രീറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നത്. ഒന്ന് മൈൽഡർ വേരിയൻസ് ആണെങ്കിൽ എക്സസൈസ് ചെയ്തോളൂ, സിവിയർ വേരിയൻസ് ആണെങ്കിൽ മാത്രമാണ് സർജിക്കൽ ഓപ്ഷൻ. ഇതിനിടയ്ക്കുള്ള ഒരു പോപ്പുലേഷൻ അത് സഫർ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു നൂതനമായ ഒരു ടെക്നോളജി വന്നപ്പോൾ അത് എഫക്റ്റീവായിട്ട് സിംറ്റംസിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടിരിക്കുക, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ളിടത്ത് പോയി നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. ഓക്കെ, തീർച്ചയായും. അപ്പോൾ മൗലാനയിൽ നമ്മുടെ ഡോക്ടർ ഉണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറിന് കൂടുതലായിട്ട് കോസ്മെറ്റിക് പേഷ്യൻസിന് അവൈലബിൾ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും.